ഞായറാഴ്ചയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണ്ടെന്നൊക്കെ ഓർത്തിരിക്കുമ്പം പെട്ടെന്ന് ഐഡിയ കിട്ടി. വേറൊന്നുമല്ല, നമുക്കൊന്ന് റാണിപുരം പോയാലോ? അങ്ങനെ എൻ്റെ ചെങ്ങമ്മയോട് ചോദിച്ചു. അപ്പോൾ അവന്മാരും പറഞ്ഞു എന്നാൽ പിന്നെ പോയേക്കാം. സാധാരണ ഇങ്ങോട്ടല്ല ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് വരുന്നത്, വീടിനടുത്തുള്ള സ്ഥലമായതുകൊണ്ട്. എന്നാൽ ഇപ്രാവശ്യം വെറൈറ്റിക്ക് ചെങ്ങായിൻ്റെ ഒമിനിയുണ്ട്. അപ്പോൾ ഓനൊരു മോഹം ഓമിനിയുടെ ഈ വീഡിയോ കൊടുക്കണമെന്ന്. എന്നാൽ പിന്നെ ഒമിനി എടുത്തിട്ട് പോകുന്നതെന്ന് വെച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് അവിടുത്തെ റിസോർട്ടെല്ലാം ശ്രദ്ധിച്ചു. റിസോർട്ടിലൊന്നും അങ്ങനെ അധികം ആളൊന്നുമില്ല. ചിലപ്പം ഇപ്പം 2-3 മാസമായിട്ട് നല്ല വേനൽക്കാലമല്ലായിരുന്നോ? ആ സമയത്ത് റാണിപുരത്തേക്ക് പ്രത്യേകിച്ച് കയറിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല, ഫുൾ ഉണങ്ങിക്കിടക്കുമല്ലേ. അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ടിപ്പോൾ ആൾക്കാർ കുറവ്. ഇനി കുഴപ്പമില്ല, ഒരാഴ്ചയായിട്ടുള്ള നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നല്ല പച്ചപ്പലാവും കേട്ടോ. ഏകദേശം നമുക്ക് ആ റോട്ടിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്, കുറേ സ്ഥലത്ത് ഉണങ്ങിക്കിടന്ന ഭാഗത്തെല്ലാം ഇപ്പം നല്ല പച്ചപ്പലായിട്ടുണ്ട്. മല കയറാമെന്നൊക്കെ ഓർത്താട്ടോ പോയത്. പിന്നെ അവിടെ ചെന്നിട്ടാകുമ്പം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചെങ്ങായി അവിടെ കാട്ടിപ്പോയിട്ട് പേരയ്ക്കെല്ലാം പറിച്ചിട്ടുണ്ട്. പേരയ്ക്ക നമുക്ക് 3 വീതം വെക്കണമല്ലോ. അപ്പോൾ കത്തിയില്ല. പിന്നെ ഒന്നും നോക്കില്ല, അവന് പെട്ടെന്ന് ഐഡിയ തോന്നി. വേറൊന്നുമല്ല, ഓമിനിയുടെ ഡോറിന്ന് ബേക്കിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് പേരയ്ക്ക തിരിക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്ക് പൊട്ടിയിട്ട് വരുമല്ലോ. മുറിഞ്ഞ് കിട്ടിയ പേരയ്ക്കെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ അവിടെ മറ്റേ കാര്യം ശ്രദ്ധിച്ചത്. വേറൊന്നുമല്ല, ഇവിടെ പഞ്ചായത്തിൻ്റെ മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള സംഭവം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറത്ത് വേസ്റ്റ് കൊണ്ടിടുന്നതായിട്ട് അങ്ങനെ പറഞ്ഞായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അത് കണ്ട ആൾക്കാർ നല്ലോണം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് വേറെ ഉദ്ദേശം കൊണ്ടുണ്ടല്ലോ, ഓമിനിയുടെ വീഡിയോ എടുത്ത് കൊടുക്കണം. അങ്ങനെ ജസ്റ്റ് 1-2 വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പറ്റുന്ന പോലെ ഒപ്പിച്ചിട്ടുണ്ട്. ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെറ്റായോന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അതെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെറുങ്ങനെ ചാറ്റിൽ ചാറാൻ തുടങ്ങി കേട്ടോ. ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം മഴയായി. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഓർത്തിട്ട് അവിടെ നിന്ന് പയ്യെ യാത്രയായി.